ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു സിയാസ് റെസിപ്പീസ്. അപ്പോൾ ഇന്ന് കേക്കിൽ പേരെഴുതാൻ അറിയാത്തവർക്ക് പോലും കേക്ക്സിൽ വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് പേരെഴുതാൻ പറ്റുന്ന ഒരു ചെറിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഈ ഒരു 2 നോസിൽസ് വെച്ചിട്ടാണ് ഇന്നത്തെ കേക്ക്സിൽ വളരെ മനോഹരമായിട്ട് പേരെഴുതിയിട്ടുള്ളത്. അപ്പോൾ നമുക്കിത് എങ്ങനെയെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 നോസിൽ എടുത്തിട്ടുണ്ട്. ഒന്ന് ബാസ്ക്കറ്റ് ഡിസൈൻ വരയ്ക്കുന്ന നോസിലും പിന്നെ ഒന്ന് നെയിംസൊക്കെ എഴുതുന്ന ഒരു നോസിലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ബാസ്ക്കറ്റ് ഡിസൈൻ വരയ്ക്കുന്ന ഈ നോസിലിന് പ്രത്യേകിച്ച് ഒരു പേരും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഇങ്ങനെ ഒരു നോസിൽസിൻ്റെ സെറ്റ് വാങ്ങുന്ന കൂട്ടത്തിൽ വാങ്ങിയതാണ്. പിന്നെ നെയിംസ് എഴുതുന്ന നോസിൽ. അപ്പോൾ ഇതിനേക്കാളും ചെറിയ ഹോൾസ് ഉണ്ടെങ്കിൽ കൂടുതലും ഭംഗി ഉണ്ടായിരിക്കും കേട്ടോ. കയ്യിലുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം. വിപ്പിംഗ് ക്രീം യൂസ് ചെയ്തിട്ടാണ് ഇന്നത്തെ ഈ ഒരു കേക്ക്സിൽ ഞാൻ പേര് എഴുതുന്നത്. അപ്പോൾ വിപ്പിംഗ് ക്രീമുള്ള പൈപ്പിംഗ് ബാഗിൽ നോസിൽസ് മാറ്റാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതിന് വേണ്ട ട്രിക്കാണ് നോസിൽസ് മാത്രമായിട്ടുള്ള ഒരു പൈപ്പിംഗ് ബാഗ് എടുക്കുക. അതിൽ നമ്മൾ നോസിൽസ് മാത്രം ഇട്ട് കൊടുക്കാം. അതിനുശേഷം വിപ്പിംഗ് ക്രീം മാത്രം കളേഴ്സ് ചേർത്തുള്ള വിപ്പിംഗ് ക്രീമുള്ള പൈപ്പിംഗ് ബാഗ് നമ്മൾ ഈ ഒരു പൈപ്പിംഗ് ബാഗിൻ്റെ ഉള്ളിലായിട്ട് ഇട്ട് കൊടുക്കുക. അങ്ങനെ ആകുമ്പോൾ നമുക്ക് നോസിൽസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റണതിൽ ഒരു പ്രയാസം ഉണ്ടാവില്ല. അപ്പോൾ ഫസ്റ്റ് ഞാൻ ബാസ്ക്കറ്റിൻ്റെ നോസിൽ വെച്ചിട്ട് പേര് എഴുതും. എന്നിട്ട് ഞാൻ ആ വിപ്പിംഗ് ക്രീം മാറ്റി കൊടുക്കും. അതായത് വിപ്പിംഗ് ക്രീമിൻ്റെ രണ്ടാമത്തെ ബാഗ് മാറ്റിയതിന് ശേഷം ഇതുപോലെ നെയിംസിൻ്റെ നോസിൽ ഇട്ടിട്ടാണ് പേരെഴുതുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കംപ്ലീറ്റ് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. ഫസ്റ്റ് തന്നെ കേക്ക്സിൽ നമ്മൾ പേര് എഴുതുമ്പം എവിടെയൊക്കെയാണ് എഴുതേണ്ടത് എന്ന ഒരു ചെറിയൊരു ഔട്ട്ലൈൻ ഇടണം. അത് നമുക്ക് മനസ്സിലാകുന്ന രീതിയിൽ വേണം ചെറിയ ഔട്ട്ലൈൻ ഇടാൻ. എന്നിട്ട് ഞാനിവിടെ ഫസ്റ്റായിട്ട് യൂസ് ചെയ്തിട്ടുള്ള പൈപ്പിംഗ് ബാഗ് നോസിൽ ബാസ്ക്കറ്റിൻ്റെ നോസിലാണ്. ഞാനിത് പറയുന്നതിനേക്കാളും കൂടുതൽ നിങ്ങൾക്ക് കണ്ടാലായിരിക്കും മനസ്സിലാകുക. ഞാനിന്ന് എല്ലാ സ്പെല്ലിങ്ങും ക്യാപിറ്റൽ ലെറ്റേഴ്സിലാണ് എഴുതുന്നത്. അപ്പോൾ ലെറ്റേഴ്സിൻ്റെ ഫസ്റ്റ് ഭാഗം മാത്രമേ ഞാനിവിടെ എഴുതിയിട്ടുള്ളൂ. സെക്കൻഡ് ഭാഗം എഴുതാൻ വേണ്ടിയിട്ട് ഞാനവിടെ കുറച്ച് ഗ്യാപ്പ് ഇട്ട് കൊടുത്തേക്കാണ്. അങ്ങനെ ഫസ്റ്റ് ഭാഗമൊക്കെ എഴുതി കഴിഞ്ഞു. ഇനി സെക്കൻഡ് ഭാഗം എഴുതാൻ വേണ്ടിയിട്ട് ഞാനിവിടെ നെയിംസ് എഴുതുന്ന നോസിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇതിപ്പോൾ എങ്ങനെയാണ് എഴുതിയിട്ടുള്ളത് എന്നുള്ളത്. ഞാൻ പറയുന്നതിനേക്കാളും കൂടുതൽ കണ്ടു കഴിഞ്ഞാലായിരിക്കും മനസ്സിലാവാം. അപ്പോൾ ഈ ഒരു മെത്തേഡിൽ എഴുതാൻ അറിയാത്തവർക്ക് പോലും കേക്കിൽ വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് നെയിംസൊക്കെ എഴുതാൻ പറ്റും. അപ്പം കേക്ക്സിൽ ഇതിലും നന്നായിട്ട് പേരെഴുതുന്നവരുണ്ടാകും. പക്ഷേ ഒട്ടും തന്നെ അറിയാത്തവർക്ക് വേണ്ടിയിട്ടുള്ള ചെറിയൊരു ടിപ്സ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.